നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഉയർന്ന ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനുമായി സംസാരിക്കാനിടയായി. സംസാരം ഇങ്ങനെ തുടർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിനെ ഏറെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടായി. എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, 2 പെൺകുട്ടികളാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. 2 പേരും ജോലിക്കാരായിരുന്നതിനാൽ ഇവർ സ്കൂൾ വിട്ടു വരുന്ന സമയത്തും മറ്റും ഏറെ ഉത്കണ്ഠയോടെ വീട്ടിലൊന്നെത്തി ഇവർ സുരക്ഷിതരാണെന്നൊന്ന് ഉറപ്പാക്കി. അങ്ങനെ 2 പേരും ഏറെ അഡ്ജസ്റ്റ് ചെയ്താണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. 2 ആളും ഇന്ന് ഉദ്യോഗസ്ഥരായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള തിരക്കിനിടയിൽ പ്രായമായ മാതാപിതാക്കൾ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുണ്ടായിട്ടും വാരാന്ത്യങ്ങളിൽ പോലും അവിടെയൊന്ന് പോകാനോ അവരെ സന്ദർശിക്കാനോ പല കാര്യങ്ങളും ഞങ്ങളെ അനുവദിക്കുമായിരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനുണ്ട്, സ്കോളർഷിപ്പോടെ പഠിക്കുന്നുണ്ട്. അവരുടെ പഠന കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ ഞങ്ങൾ 2 പേരും ഏറെ കഷ്ടപ്പെട്ട് പല അത്യാവശ്യ സന്ദർഭങ്ങളിലും ഉള്ള ലീവുകൾ മുഴുവൻ എടുത്ത് ലോസ് ഓഫ് പേ ലീവിലൊക്കെ എത്തിയാണ് കുഞ്ഞുങ്ങളെ എത്രമാത്രം വളർത്തിയത്. എന്നാൽ ഈയിടെ 2 മക്കളും അവധിക്ക് വന്ന സമയത്ത് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ഭക്ഷണ സമയത്ത് മൂത്ത മകൾ പറയുകയാണ്, അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? അച്ഛനും അമ്മയും ജോലി ചെയ്തതിൻ്റെ ആ ഒരു ദുരനുഭവങ്ങൾ മുഴുവൻ പേറിയ വ്യക്തികളാണ് ഞങ്ങൾ. വളരെ ചെറുപ്പത്തിലെ തന്നെ ഞങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരെ പോലെയല്ല, വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുത്ത് വളർന്നവർ. എല്ലാ കാര്യങ്ങളിലും അച്ഛനെയും അമ്മയും സഹായിക്കേണ്ടി വന്നവർ. ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വവും ഒരു സ്നേഹവും ഒന്നും ചെറുപ്പകാലങ്ങളിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമാണ്. അച്ഛനും അമ്മയ്ക്കും എന്താണ് കുഴപ്പം? ഇഷ്ടം പോലെ പൈസ കിട്ടാനായി ഞങ്ങളെ ഒറ്റയ്ക്കൊക്കെ ആക്കിയിട്ട് എത്ര സ്ഥലങ്ങളിൽ അച്ഛനും അമ്മയും പോയിട്ടുണ്ട്. ഇദ്ദേഹം തുടർന്നു. ഏറെ മനസ്സിനെ തളർത്തിയ സംസാരമാണ് മൂത്ത മകളിൽ നിന്നുണ്ടായത്. ഉടനെ തന്നെ ഇളയ മകളും ആ കൂടെ തന്നെ ചേർന്നു. ശരിയാണ്, ഞങ്ങൾ വളരെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പലതിലും പങ്കെടുക്കേണ്ടി വന്നു. എന്നാൽ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം അപ്പൻ്റെ അമ്മയുടെ സ്നേഹവും ലാളനയും ഒക്കെ സ്വീകരിച്ച് എത്രയോ വർഷം കഴിഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ആ ജോലിയിലുള്ള ശ്രദ്ധ ഞങ്ങളുടെ കെയറിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച മനഃപൂർവ്വം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള എൻ്റെ മാതാപിതാക്കളെ സന്ദർശിക്കാനായിട്ട് ഞാൻ പോയി. ആർക്കു വേണ്ടിയിട്ടാണോ അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്പമെങ്കിലും മറന്നു എന്ന് കരുതിയത്, ആ മക്കൾ യാദൃച്ഛികമായിട്ടാണെങ്കിലും പറഞ്ഞ വാചകങ്ങൾ ഞങ്ങളെ 2 പേരെയും ഹൃദയത്തിൽ ആഴമായി മുറിപ്പെടുത്തി. ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇതെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് മുന്നോട്ട് പോയത്. അദ്ദേഹം തുടർന്നു, ഏറെ കഷ്ടപ്പെട്ട് ഇത്ര നാൾ മക്കളെ വളർത്തിക്കൊണ്ട് വന്നത് ഏറെ കാര്യങ്ങൾ ഞങ്ങളുടെ തന്നെ വേണ്ട എന്ന് വെച്ചിട്ടാണ്. പക്ഷെ അത് മനസ്സിലാക്കാത്ത കുട്ടികളാണെന്ന് ചിന്ത വന്നപ്പോൾ അപ്പോഴാണ് തിരിച്ച് മാതാപിതാക്കളെ പറ്റി എനിക്കൊരു ചിന്ത വന്നത്. ഞങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരുന്ന മാതാപിതാക്കളെ എത്രയോ തവണ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്താണെന്ന് ഒരു തിരിച്ചറിവ്, ഒരു ചിന്ത ഉള്ളിലൂടെ കടന്നുപോയത്. ഏറെ വിഷമം തോന്നി. ഞായറാഴ്ച രാത്രി വരണമെന്ന് വിചാരിച്ച് പോയതാണ്, തിരിച്ചു വന്നില്ല. എന്തിനായിരുന്നു ഇങ്ങനെ പോക്കിൻ്റെ എല്ലാ അവസാനം ഓടി വന്ന് ഇത് ആണല്ലോ എന്ന് വിചാരിച്ച് കെയർ കൊടുത്തിരുന്നത്? അതൊന്നും വിലപ്പെട്ടതായി അവർ കരുതുന്നില്ല എന്ന് മനസ്സിലാക്കി. ഞാൻ തുടർന്നു, സാറേ, പുഴ എപ്പോഴും താഴോട്ടേ ഒഴുകുള്ളൂ. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ്? മാതാപിതാക്കൾ പറയും, ഞങ്ങളുടെ മക്കളോട്. ചെറിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണ്? ഞങ്ങളുടെ മാതാപിതാക്കളെയാണ്. പക്ഷേ ഇതെല്ലാം മാറുന്നു. ഇത് തുടരുക തന്നെ ചെയ്യണം. മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളായിരിക്കെ മക്കൾക്ക് പ്രായമാകുമ്പോൾ പ്രിയപ്പെട്ടത് മാതാപിതാക്കളായിരിക്കില്ല. ഇത്
ഒരു ലോക നിയമമാണ്, ഇത് നാം അംഗീകരിച്ചേ മതിയാകൂ. സാർ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ അല്പം ആശ്വാസം തോന്നിത്തുടങ്ങി. നമ്മളുടെ പ്രവൃത്തികളെ വിലമതിക്കുന്നില്ലെങ്കിലും എന്നെങ്കിലും ഒരു കാലത്ത് അവർ ഇത് മനസ്സിലാക്കും അല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും മാതാപിതാക്കളോടാണ്. നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരുപാട് കോംപ്രമൈസ് വരുത്തുമ്പോൾ ഇത് ലോക നിയമമാണെന്ന് മനസ്സിലാക്കുക. ഒപ്പം തന്നെ മക്കൾ തിരക്കിനിടയിൽ പോകുമ്പോൾ അവർക്കത് ചെയ്തേ മതിയാകൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ബാലൻസിൽ പോകാൻ സഹായിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. നന്ദി.